ഗ്രാമത്തിൽ ഭരത്തും മീരയും അവരുടെ വീട്ടിൽ തന്റെ മുത്തച്ഛനായി കാത്തിരിക്കുകയായിരുന്നു. നന്ദുവിന്റെ മുത്തച്ഛൻ പട്ടണത്തിൽ നിന്നും വരികയാണ്. അതുകൊണ്ട് നന്ദുവും മീരയും വളരെ ആകാംക്ഷയോടെ ആയിരുന്നു. അമ്മേ, മുത്തച്ഛൻ എപ്പോൾ വരും? പറയുന്നേ, രാവിലെ മുതൽ അദ്ദേഹത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതെ അമ്മേ, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ മുത്തശ്ശൻ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ബൊമ്മയും ചോക്ലേറ്റും വാങ്ങിക്കൊണ്ടുവരും. എനിക്ക് നല്ല ഡ്രസ്സും ബൊമ്മകളും വാങ്ങിക്കൊണ്ടുവരും, അല്ലേ അമ്മേ? അതെ അതെ, ശരിയാണ്. ഒന്ന് സമാധാനമായിരിക്കൂ. നിങ്ങളുടെ മുത്തശ്ശൻ വന്നതും ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കൂ. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ മുത്തച്ഛന്റെ ശബ്ദം എല്ലാവർക്കും കേട്ടു. കുട്ടികളെ, ഇതാ ഞാൻ വന്നു. മുത്തശ്ശ, നിങ്ങൾ ഒരുപാട് വൈകിയാണ് വന്നത്. ഞങ്ങൾ ഒരുപാട് സമയമായി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. എടാ നോക്കു കുട്ടികളെ, എന്റെ ബസ് ലേറ്റായി പോയി. അതുകൊണ്ടാ ലേറ്റായത്, അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. മുത്തശ്ശൻ നന്ദുവിനെയും മീരയെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ജമീന്ദാർ ഹരിറാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം ഒരു കൃഷിക്കാരനെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടു. ഇവിടെ നോക്ക്, ഞാൻ നിന്നോട് എന്താ പറഞ്ഞ്? നീ കടനായിട്ട് വാങ്ങിയ പണം 3 മാസത്തിൽ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. പക്ഷേ നീ ഇന്നും തന്നിട്ടില്ല. ഇപ്പോൾ നിന്റെ സ്ഥലത്തെ പറിക്കുന്നതിനേക്കാളും എന്റെ കയ്യിൽ വേറെ ഏതൊരു വഴിയുമില്ല. മുതലാളി, ദയവായിട്ട് എന്റെ സ്ഥലം പറിച്ചു വാങ്ങരുത്. ഞാൻ തീർച്ചയായും നിങ്ങളുടെ കാശ് തന്നേക്കാം. ഷടാ, എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്റെ കാശ് തീർച്ചയായും തരാൻ പറ്റില്ല. വെറുതെ എന്റെ സമയം കളയരുത്. നീ ഇവിടെ നിന്ന് പോയിക്കോ. ആ കൃഷിക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് മുത്തച്ഛൻ എന്തു പറഞ്ഞെന്നാൽ, ഷടാ ഹരിറാം, ഷടാ, ഇയാളിന്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഇത് നിർത്ത്. അവൻ പാവപ്പെട്ട കൃഷിക്കാരനാണ്. അവനക്ക് അവകാശം തരൂ. കാശ് തീർച്ചയായും തരും. എടാ, ഈ ഗ്രാമത്തെ കൃഷിക്കാരനെ കുറിച്ച് നിനക്കറിയില്ല. ഈ ആളുകൾ എപ്പോഴും ഇതുപോലെ തന്നെ അഭിനയിക്കും. ജമീന്ദാറിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് പിന്നെ കാശ് ഇല്ല എന്ന് പറയും. നീ ചെല്ല്, ഏതും ആവില്ല. ഇവിടെ നോക്ക് ഹരിറാം, ഇത് ശരിയായ കാര്യമല്ല. നീ ഒന്നും പറയാൻ പാടില്ല. ഏത് ശരിയാണ് ഏത് തെറ്റാണെന്ന്. നഗരത്തിൽ നിന്ന് വന്നല്ലേ, ഒരു 4 ദിവസം ഇവിടെ ഇരുന്നിട്ട് നന്നായി കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയിക്കോ. ഞാൻ ഇവിടെ സമൂഹം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. ഞാൻ കാശുണ്ടാക്കണം. മുത്തച്ഛന് ഹരിറാം പറഞ്ഞത് ഇഷ്ടമായില്ല. പക്ഷെ മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അവിടെ നിന്നും പോയി. അടുത്ത ദിവസം മുത്തച്ഛൻ എന്തു ചെയ്തെന്നാൽ അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെയും കൊണ്ട് ചുറ്റി നോക്കാനായി ഇറങ്ങി. അവിടെ ഒരു വയസ്സായ പിച്ചക്കാരനെ കണ്ടു. അയ്യാ, കഴിക്കാൻ എന്തെങ്കിലും തരുമോ? നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഇരിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ പേരയ്ക്ക തരാം. ഇവിടെ നോക്ക്, വേഗം ഒരു വലിയ പേരയ്ക്ക എടുത്തു തരൂ. മുത്തച്ഛൻ ആ സഞ്ചിയുടെ അകത്തേക്ക് കൈയിട്ട് അതിൽ നിന്നും ഒരു വലിയ പേരയ്ക്ക എടുത്തു. ഇതാ പിടിച്ചോ പേരയ്ക്ക. വളരെ വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങൾക്ക് നല്ലതേ ചെയ്യും. ആ വയസ്സായ ആള് ആ പേരയ്ക്ക കഴിച്ചു. അവരെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും പോയി. മുത്തച്ഛ, ഈ ബാഗിനകത്ത് ഒന്നും തന്നെ ഇല്ലല്ലോ. പക്ഷെ അതിൽ നിന്നും എങ്ങനെയാണ് പേരയ്ക്ക വന്നത്? ഇവിടെ നോക്കൂ കുട്ടികളെ, ഈ സഞ്ചി ഉണ്ടല്ലോ, ഇത് ഒരു മാന്ത്രിക സഞ്ചിയാണ്. നമുക്ക് ഏത് അവസരം വന്നോ അതെല്ലാം ഇത് തരും. പക്ഷേ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, എവർക്ക് നിജത്തിൽ സഹായം വേണമെന്നോ അവർക്ക് മാത്രമേ ഇതുകൊണ്ട് സഹായം ചെയ്യാൻ പറ്റും. നേരാണോ മുത്തശ്ശ? യഥാർത്ഥത്തിൽ വളരെ അതിശയമാണ്. പക്ഷെ മുത്തശ്ശ, ഈ മാന്ത്രിക സഞ്ചി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? കുട്ടികളെ, പല വർഷങ്ങൾ മുൻപ് ഞാൻ നഗരത്തിലേക്ക് വന്നിരുന്ന ഒരു സിദ്ധ സ്വാമിക്ക് ഞാൻ നന്നായിട്ട് സേവകൾ ചെയ്തു. ആ സേവയിൽ സന്തോഷിച്ച് അവർ അണിത് തന്നത്. ആ മാന്ത്രിക സഞ്ചി കണ്ടിട്ട് കുട്ടികൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അവർക്കൊരു ആഗ്രഹമുണ്ടായി. അവരും അത് ഉപയോഗിച്ച് എല്ലാരെയും സഹായിക്കാൻ കരുതി. ചേച്ചി, നമ്മൾ മുത്തച്ഛന്റെ ആ സഞ്ചി എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നും ഒരുപാട് ചോക്ലേറ്റ് എടുത്താലോ? വേണ്ട നന്ദു, നമ്മൾ അങ്ങനെയൊന്നും ആ സഞ്ചി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മുത്തച്ഛൻ നമ്മളെ വഴക്കു പറയും. ഓർമ്മയുണ്ടല്ലോ, മുത്തച്ഛൻ നമ്മളോട് എന്താ പറഞ്ഞത്? ആ സഞ്ചിയിൽ നിന്നും അങ്ങനെയുള്ള സാധനങ്ങളെ എടുക്കാനാകൂ. അത് ആർക്കാണോ യഥാർത്ഥത്തിൽ അത്യാവശ്യമായിട്ടുള്ളത്, അത് നമുക്കായുള്ളതല്ല. അയ്യോ ചേച്ചി, നമുക്ക് എടുക്കാന്നേ, ഒന്നും പറ്റില്ല. വാ ചേച്ചി, വാ ചേച്ചി. മീരയ്ക്ക് നന്ദു പറഞ്ഞത് ചെയ്യാൻ ഇഷ്ടമില്ല. പക്ഷേ നന്ദുവിന്റെ പിടിവാശിക്ക് മുൻപിൽ അവൾക്കൊന്നും ചെയ്യാനായില്ല. നന്ദുവും മീരയും മുത്തച്ഛന്റെ റൂമിനകത്തേക്ക് ചെന്നു. എല്ലാ വശത്തും നോക്കി. ആ സഞ്ചി അവർ കണ്ടു. കുട്ടികൾ ആ സഞ്ചി മോഷ്ടിച്ചു. എന്നാ ശരി ചേച്ചി, ഇവിടെ ആരും തന്നെ ഇല്ല. ഈ സഞ്ചിയിൽ നിന്നും നമുക്ക് ചോക്ലേറ്റ് എടുക്കാൻ ശ്രമിക്കാം. ശരി, നമുക്ക് ശ്രമിച്ചു നോക്കാം.
സഞ്ജി എനിക്ക് ചോക്ലേറ്റ് തരൂ. നന്ദു ആ സഞ്ചിയിലേക്ക് കൈയിട്ടപ്പോൾ അവന്റെ കയ്യിൽ ഒന്നും തന്നെ കിട്ടിയില്ല. കണ്ടില്ലേ, ഒന്നും കിട്ടിയില്ല. അപ്പോഴേ മുത്തശ്ശൻ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യമുള്ളത് ഈ സഞ്ചിയിൽ നിന്നും നമുക്ക് കിട്ടില്ലാന്ന്. ഇത് ഉപയോഗിച്ച് അത്യാവശ്യക്കാരെ മാത്രമേ നമുക്ക് സഹായിക്കാനാവൂ. വരൂ, മുത്തശ്ശന്റെ റൂമിലേക്ക് ചെന്ന് ഈ സഞ്ചി നമുക്ക് അവിടെ വെക്കാം. ഇല്ല, പറ്റില്ല ചേച്ചി. ഇതിന്റെ മാന്ത്രികം മനസ്സിലാക്കാതെ ഞാൻ ഇത് തരില്ല. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നലെ മുത്തശ്ശൻ ആ പിച്ചക്കാരന് പേരയ്ക്ക നൽകിയില്ലേ, നമ്മൾ അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലാം. ആ ശരി, പോകാം. ചേച്ചിയും അനിയനും രണ്ടുപേരും ആ വയസ്സായാളുടെ അടുത്തേക്ക് വന്നു. അങ്കിൾ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. എടാ കുട്ടികളെ, നിങ്ങൾ കുട്ടികൾ എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റും? അങ്കിൾ, നിങ്ങൾ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കൂ. ശരി കുട്ടികളെ, എനിക്ക് ഇനിപ്പായിട്ട് ഏതാവത് തരൂ, നന്നായിട്ട് വിശക്കുന്നു. മീര ആ സഞ്ജിയോട് പറഞ്ഞു. സഞ്ജി, ആ അങ്കിളിന് നന്നായി വിശക്കുന്നത്രേ, അദ്ദേഹത്തിന് ലഡു കൊടുക്ക്. മീര ആ സഞ്ചിയിലേക്ക് കൈയിട്ടു. ആ സഞ്ചിയിൽ നിന്നും ലഡു ബോക്സ് വന്നു. ഇതാ അങ്കിൾ, നിങ്ങൾ സ്വീറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, ഇതാ ഈ ലഡു കഴിക്കൂ. ആ വയസ്സായ ആള് ലഡു കഴിച്ചു. കുട്ടികളെ അദ്ദേഹം അനുഗ്രഹിച്ചു. ഈ എല്ലാ കാര്യവും ദൂരെ നിന്നും ഹരിറാം ശ്രദ്ധിച്ചു. കൊല്ലാമല്ലോ, ആ ഏകനാഥിന്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപ് തന്നെ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സഞ്ചി എനിക്ക് കിട്ടിയാൽ അത് എനിക്ക് വളരെ നല്ലതാണ്. ഞാൻ ഈ ദേശത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ വലിയ പൈസക്കാരനായി മാറും. പക്ഷേ അതിനു മുൻപ് ഞാൻ ഈ സഞ്ചിനെ അപകരിച്ചേ പറ്റുള്ളൂ. ഹരിറാം മുൻപിലോട്ട് നടന്നു വന്നു. നന്ദുവിനെയും മീരയെയും വിളിച്ചു. അരേ നന്ദു, മീര. അല്ല ഹരിറാം മുത്തച്ഛ, നിങ്ങളോ? ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ച് എവിടെ പോകുന്നു? മാർക്കറ്റിലേക്ക് വന്നോ? ഇല്ല ഇല്ല, ആ വയസ്സായ ആളിനെ ഞങ്ങൾ ഈ മാന്ത്രിക സഞ്ചിയിൽ. മീര അവനെ തടഞ്ഞു നിർത്തി. അത് പിന്നെ ഈ സഞ്ചി കീറിപ്പോയി. അത് തയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നിങ്ങളുടെ ഹരിറാം മുത്തശ്ശൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ പോകുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ പോകാൻ അനുവദിക്കില്ല. വീട്ടിലേക്ക് വരൂ. ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ലേറ്റായി. ചേടാ, ഏകനാഥിനോട് ഞാൻ സംസാരിക്കാം. അവൻ നിങ്ങളുടെ മമ്മിയോട് സംസാരിക്കും. നിങ്ങൾ പേടിക്കണ്ട. ഹരിറാം അവരെ നിർബന്ധിച്ചു. അതുകൊണ്ട് നന്ദുവും മീരയും അദ്ദേഹത്തോടൊപ്പം പോയി. ഹരിറാമിന്റെ ഭാര്യ കുട്ടികളുടെ ആഹാരത്തിൽ ഉറക്ക ഗുളിക കലക്കി. കഴിച്ചതിന് ശേഷം കുട്ടികൾ ഹരിറാമിന്റെ വീട്ടിൽ തന്നെ ഉറങ്ങിപ്പോയി. ദേ, നിങ്ങളിത് കണ്ടോ? ഈ കുട്ടികൾ ഉറങ്ങിയിരിക്കുന്നു. ആ, ഇപ്പോൾ ഞാൻ ഈ മായസഞ്ചിനെ മോഷ്ടിക്കാം. ഞാൻ ഇതിനു വേണ്ടിയല്ല ഇതെല്ലാം ചെയ്തത്. കുട്ടികൾ വൈകുന്നേരം ലേറ്റായി എണീറ്റപ്പോൾ അവർ വിഷമത്തിലായി. എടാ നന്ദു, സന്ധ്യയായെന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ചിട്ട് ഇവിടെ തന്നെ ഉറങ്ങിപ്പോയി. ചേച്ചി, വേഗം വരൂ, വീട്ടിലേക്ക് പോകാം. ഇല്ലെങ്കിൽ അമ്മ നമ്മളെ വഴക്കു പറയും. അപ്പോഴാണ് അവിടേക്ക് ഹരിറാം വന്നത്. എവരും വഴക്ക് പറയില്ല. ചോദിച്ചാൽ ഹരിറാം മുത്തശ്ശന്റെ വീട്ടിൽ കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറയൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകൂ. ശരി മുത്തച്ഛ, പക്ഷെ വരുമ്പോൾ ഞങ്ങളൊരു സഞ്ചി കൊണ്ടുവന്നു. അത് കാണാനില്ലല്ലോ. സഞ്ചിയോ? ഇല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നിങ്ങൾ വെറുതെ വന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകൂ, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. ഹരിറാം നന്ദുവിനെയും മീരയെയും വീട്ടിലേക്ക് അയച്ചു. ചേച്ചി, അമ്മ നമ്മളെ വഴക്കു പറയുമോ? അവരോട് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാം നമ്മൾ ഹരിറാം മുത്തച്ഛന്റെ വീട്ടിലായിരുന്നു എന്ന്. പക്ഷെ ആ മാന്ത്രിക സഞ്ചിയെ കുറിച്ച് മുത്തച്ഛനോട് എന്തു പറയാനാ? എനിക്ക് തോന്നുന്നു ഹരിറാം മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ ആ സഞ്ചി നമ്മൾ കളഞ്ഞു എന്ന്. ചേച്ചി, ഒരുപക്ഷെ നമ്മൾ നേര് പറഞ്ഞാൽ അമ്മ തീർച്ചയായും നമ്മളെ അടിക്കും. അതെ, നീ പറയുന്നത് നേരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സഞ്ചിയെ കുറിച്ച് ആരോടും ഒന്നും പറയണ്ട. ശരി ചേച്ചി, എനിക്ക് മനസ്സിലായി. നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാം. പിന്നെ മറ്റൊരു വശത്ത് ഹരിറാം ആ സഞ്ചി കിട്ടിയത് കാരണം ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ കേട്ടോ നീ, ഇന്നു മുതൽ നമ്മൾ വലിയ പൈസക്കാരനായി. ഇല്ല, വലിയ പൈസക്കാരനായി. ആ ഏകനാഥിന്റെ കയ്യിൽ ഈ സഞ്ചി ഉണ്ട്. പക്ഷേ അവൻ തനിക്ക് വേണ്ടി ഏതും ചെയ്തിട്ടില്ല. അവൻ കുടുംബത്തിന് വേണ്ടിയും ഏതും ചെയ്തിട്ടില്ല. ഇതിന്റെ അത്ഭുതം ഇപ്പോ കാണ്. മായ സഞ്ചി, എനിക്ക് എത്രയും പെട്ടെന്ന് അധിക അളവിലാണ് സ്വർണ്ണ നാണയങ്ങൾ തരൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിറാം ആ സഞ്ചിയിലേക്ക് കൈയിട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. എന്താ ഇത്, ഒന്നും തന്നെ വന്നില്ലല്ലോ. ഇപ്പോൾ സഞ്ചി ശരിയായി കേട്ടില്ലാന്ന് തോന്നുന്നു. ഒരു നിമിറ്റ്, ഞാൻ വീണ്ടും ശ്രമിച്ചു നോക്കാം. സഞ്ചി, എനിക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ തരൂ.
ഹരിറാം വീണ്ടും സഞ്ചിയിലേക്ക് കൈയിട്ടു. ഇത്തവണയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. അല്ല, ഒന്നും നടക്കുന്നില്ല. ഇത് മാന്ത്രിക സഞ്ചി അല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഈ കൊച്ചുകുട്ടികളെ പോലെ എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചെന്ന് ഇത് കളഞ്ഞിട്ട് വാ. നിനക്കെന്താ ഭ്രാന്താണോ? ഇതിൽ മാന്ത്രികമുണ്ട്. വേഗം പോയി ലോക്കറിൽ ഉള്ള എല്ലാ സ്വർണ്ണ നാണയങ്ങളും എടുത്തുകൊണ്ട് വാ. ഹരിറാം പറഞ്ഞത് കേട്ട് അവർ ചെന്ന് സ്വർണവും വെള്ളി നാണയങ്ങളും കൊണ്ടുവന്നു. മാന്ത്രിക സഞ്ചി, എന്റെ ഈ നാണയങ്ങളെ 2 മടങ്ങാക്കിത്താ. ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിറാം വെള്ളി സ്വർണ്ണ നാണയങ്ങൾ ആ സഞ്ചിയിലേക്ക് ഇട്ടു. ആ കാശ് മാഞ്ഞുപോയി. ഇത് കണ്ടിട്ട് ഹരിറാം ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, ഇവിടെ എന്താ നടന്നു? ഞാൻ ചതിക്കപ്പെട്ടു. ഈ സഞ്ചി എന്റെ നാണയങ്ങളെ കഴിച്ചു. നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഈ സഞ്ചി നമ്മളുടെ സ്വർണവും വെള്ളി നാണയങ്ങളൊക്കെ വിഴുങ്ങി. നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് ഈ സഞ്ചി കൊടുത്തിട്ട് നമ്മുടെ കാശൊക്കെ വാങ്ങിക്കൊണ്ട് വരൂ. ഹരിറാം മുത്തച്ഛന്റെ വീട്ടിലേക്ക് വന്നു. വരൂ ഹരിറാം, ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ഏക്നാഥ്, നിന്റെ ഈ മാന്ത്രിക സഞ്ചി എന്റെ സ്വർണ്ണ നാണയങ്ങൾ എല്ലാത്തെയും വിഴുങ്ങി. എനിക്ക് എന്റെ നാണയങ്ങൾ തിരിച്ചു വേണം. ഇങ്ങനെ ഏതോ ഒന്ന് നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വെച്ചാൽ എന്റെ സുഹൃത്തെ, ഞാൻ നിനക്ക് പാഠം പഠിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. നിനക്ക് കാശിന്റെ മേലുള്ള അത്യാഗ്രഹം കാരണം ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്ക് നീ അന്യായം ചെയ്തു. അത് ശരിയല്ല സുഹൃത്തെ. നിന്റെ ഈ പഴക്കം പല കൊല്ലങ്ങളായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. നീ ഇങ്ങനെ തന്നെ ജീവിച്ചിരുന്നാൽ നിന്റെ ജീവിതവും മറ്റുള്ളവർ ജീവിതവും കഷ്ടത്തിലാവും. എന്റെ സുഹൃത്തിനെ ശരിயான വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെച്ചാൽ നീയാണ് കുട്ടികളുടെ കയ്യിൽ ആ സഞ്ചി തന്നത്? ഞാനൊന്നും മണ്ടനല്ല, വെറുതെ കുട്ടികളുടെ കയ്യിൽ മാന്ത്രിക സഞ്ചിനെ തരാനായിട്ട്. സുഹൃത്തെ, ആ സഞ്ചിയുടെ അത്ഭുതം തന്നെ ഇതാണ്. ആവശ്യമുള്ളവർക്ക് മാത്രമാണ് അത് സഹായം ചെയ്യും, അത്യാഗ്രഹം കൊണ്ടവർക്കല്ല. നിന്റെ അത്യാഗ്രഹം കാരണം നീ എങ്ങനെ മാറിയെന്ന് വെച്ചാൽ ശരിയത് തെറ്റെന്ന വ്യത്യാസം കൂടെ നീ മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നീ വിട്ടേക്ക് ഹരിറാം. ഹരിറാമിന്റെ കണ്ണുകളിൽ വിഷമം കാണാൻ തുടങ്ങി. എന്നെ ക്ഷമിച്ചോക്ക് സുഹൃത്തെ, നീ ശരിയാണ് പറയുന്നത്. അത്യാഗ്രഹം കാരണം ഞാൻ എങ്ങനെ മാറിയെന്ന് വെച്ചാൽ പാവപ്പെട്ടവരുടെ വഴികൾ പോലും എൻ്റെ കണ്ണിൽ കാണാതെ പോയി. പക്ഷേ നീ ഇപ്പോൾ എൻ്റെ കണ്ണ് തിറന്നു. ഇനി ഞാൻ ഗ്രാമത്തിലെ ആൾക്കാർക്ക് സഹായം ചെയ്യും. ഞാനും ഇതാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്. നിനക്ക് നിന്റെ നാണയങ്ങൾ വീണ്ടും കിട്ടും. ഹേ മായ സഞ്ചി, ഇപ്പോൾ ഹരിറാം അവൻ ചെയ്ത തെറ്റെല്ലാം മനസ്സിലാക്കി. അവന് അവൻ്റെ സ്വർണ്ണ നാണയങ്ങളെല്ലാം തിരിച്ചു തന്നേക്ക്. മുത്തച്ഛൻ ആ സഞ്ചിയിലേക്ക് കൈയിട്ടു. അതിൽ നിന്നും അവരുടെ സ്വർണ്ണ വെള്ളി നാണയങ്ങൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ കാശ് ഹരിറാമിന് നൽകി. നന്ദിയുണ്ട് സുഹൃത്തെ.